എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മളോട് അടിപൊളിയായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ വിഷു പണികൾ ഇങ്ങനെ ലാസ്റ്റ് കലാശക്കൊട്ട് എന്നൊക്കെ പറയില്ലേ, ആ പണിയിലാണ് കേട്ടോ. ലാസ്റ്റ് വീക്ക് ആണല്ലോ, ഇനിയിപ്പം ജസ്റ്റ് ഒരാഴ്ചയില്ല വിഷുവിന്. അപ്പൊ അത് കാരണം കൊണ്ട് തിരക്കിട്ട പണികളിലാണ് ഞാൻ. അപ്പൊ ഞാനേ ഒരുവിധം പുറമെയുള്ള നമ്മുടെ പുറത്തുള്ളതൊക്കെ ഞാൻ ഡസ്റ്റിങ്ങും മാറാലടിക്കലും പിന്നെ ഫാനുകൾ ലൈറ്റുകൾ ഇതൊക്കെ തുടക്കൽ ഇന്ന് കാലത്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മക്കള് വീട്ടിലുള്ള കാരണം കൊണ്ടേ നമുക്ക് ഇങ്ങനെ അവരുടെ പിന്നാലെ നിൽക്കണമല്ലോ. ഏത് നേരം അമ്മ 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 എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ജോലിക്ക് ചേർന്ന് നിൽക്കണ നേരത്തെ ഇവർ അമ്മ എന്ന് വിളിക്കും, ഞാൻ വീണ്ടും അകത്ത്. കാരണം ഇങ്ങനെ സമയം ഒത്തിരി പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാലത്തൊന്നും വീഡിയോ എടുക്കാഞ്ഞത് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഞാൻ കിച്ചൺ എനിക്ക് കുറച്ച് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. പിന്നെ 1-2 ഭാഗം കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ എല്ലാ പണികളും ഇന്നത്തോടെ തീർക്കുമെന്നാണ് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അധികം സംസാരിച്ച് നേരം കളയുന്നില്ല. നമുക്കിന്ന് ക്ലീനിങ് ഡേ ആണ്. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാസ്ക് ഇട്ടില്ലെങ്കിലേ എനിക്ക് നല്ല പണി കിട്ടും, അതുകൊണ്ട് ഞാൻ മാസ്ക് ഇടണം കേട്ടോ. പിന്നെ ശബ്ദം ക്ലിയർ അല്ലെങ്കിൽ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഇത് ഒടുക്കത്ത പൊടിയാണ്. ഇത് എത്ര ക്ലീൻ ചെയ്താലും പൊടി വരുന്ന ഒരു സ്ഥലം നമ്മുടെ വീട്ടില് ഈ കിച്ചണിന്റെ വിൻഡോയും ഇതൊക്കെയാണ് കേട്ടോ. നിറച്ച് പൊടിയായിരിക്കും എപ്പോഴും. ഞാനിത് ചെയ്തിട്ട് എത്ര വരണ്ടാവുന്ന ദിവസമായിട്ടുള്ളൂ. അപ്പോഴത്തേക്കും വേണ്ട, ഒരാഴ്ച വേണ്ട പൊടി പിടിക്കാൻ. അതുകൊണ്ട് രക്ഷയില്ല. കണ്ട, ഇതിന്റെ പൊടി ഇതുമൊക്കെയാണ്. വെറുതെ ഞാൻ പുറത്തുനിന്നല്ല അടച്ച് വന്നതാണ് കേട്ടോ. എന്താണെങ്കിലും നമുക്ക് ഏറ്റവും എളുപ്പം പുറമെന്ന് പോയി നിന്ന് തുടയ്ക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഇതിന്റെ മേലേക്ക് പൊത്തി പിടിച്ച് കയറാനായിട്ട് വയ്യ. കുക്കിംഗ് പരിപാടിയൊക്കെ ഞാൻ കാലത്തെ തീർത്ത് ഈ ഒരു പണിക്ക് മാത്രമായിട്ട് നിൽക്കുമായിരുന്നു. നിങ്ങളുടെയൊക്കെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞായിരുന്നോ? ഞാനിത് ഇട്ടിട്ട് മുഖം കാണുന്നില്ല അല്ലേ. എൻ്റെ ആയുധം എപ്പോഴും ഈ ഒരു ഇതല്ല, എൻ്റെ ആയുധം എപ്പോഴും കെറോസിൻ അഥവാ നമ്മുടെ മണ്ണെണ്ണയാണ് കേട്ടോ. ഞാൻ വെള്ളത്തിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ടാണ് എപ്പോഴും ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അഴുക്കൊക്കെ പെട്ടെന്ന് പോരും. നമുക്കിങ്ങനെ ഉറുമ്പ് വരിക, ചെതല് വരിക, ഈ വക പ്രശ്നങ്ങളൊന്നും തന്നെ വരില്ല കേട്ടോ. അപ്പൊ പിക്കുമോനാണ് ഇന്ന് എൻ്റെ ഹെൽപ്പർ. ഞങ്ങളിന്ന് കുറേയൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. പൊടിയെല്ലാം തുടക്കലൊക്കെ കഴിഞ്ഞു. അത് കാരണം കൊണ്ട് ഇനി ആ വക പരിപാടിയൊന്നും ഇല്ല. ഇനി ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് പെട്ടെന്ന് തുടച്ചാൽ മതി. ഇടാതെ മോനെ. കമ്പിയൊക്കെ തുടച്ച് ഞാൻ ആ ജനാലയിലേക്ക് ഒന്ന് നോക്കിയതാണ് കേട്ടോ. ഗ്ലാസ്സിൽ മുഴുവൻ നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെയൊക്കെ എണ്ണ തെറിച്ചിട്ടേ കുത്തും പാടൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്ക്രബ്ബർ എടുത്തിട്ട് നന്നായിട്ട് ഉരച്ചു. എനിക്ക് സമയമില്ലാത്ത കാരണം കൊണ്ടാണ്. നമ്മളിങ്ങനെ തുണി വെച്ച് തുടയ്ക്കുമ്പോഴത്തേക്കും ഒരുപാട് സമയം എടുക്കില്ലേ, അതുകൊണ്ടാണ് ഞാൻ സ്ക്രബ്ബർ യൂസ് ചെയ്തത് കേട്ടോ. പിന്നെ പിക്കു ജോലി ചെയ്യുന്ന അത്രയും നേരം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവനെ എന്നെ തോന്നിയിട്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കല്ലേ ചെയ്യണേ എന്നുള്ളത് കേട്ടോ. തനക്കുട്ടിക്കാണെങ്കിൽ ചെറിയ കോൾഡും ചുമയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവളോട് അങ്ങ് മാറിയിരിക്കാൻ പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഇനി അതൊക്കെ കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഈ പൊടിയൊക്കെ അടിച്ചിട്ട്. അപ്പോൾ ഞാനിങ്ങനെ കിച്ചണിൻ്റെ ഇതൊക്കെ തുടയ്ക്കണതിൻ്റെ ഇടയിൽ പിക്കുവിനെ കുറച്ച് നേരം മിസ്സിങ് ആയിട്ടോ. ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും അവൻ്റെ റൂമിനകത്തെ ജനാലയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കമ്പികളൊക്കെ അവർ ചെയ്യുന്നത് വൃത്തിയുണ്ടോ ഇല്ലേ എന്നൊന്നും ഞാൻ നോക്കാറില്ല. അങ്ങനെയാണല്ലോ എല്ലാവരും ചെയ്തു പഠിക്കുന്നത്. ആരിപ്പോൾ എങ്ങനെ തുടക്കത്തിലേ എല്ലാം വൃത്തിയിൽ ചെയ്യുമെന്നൊന്നും അവകാശപ്പെടാനായിട്ട് പറ്റില്ലല്ലോ. പക്ഷെ ഇപ്പോൾ പിക്കു നന്നായിട്ട് വിൻഡോസൊക്കെ തുടയ്ക്കും കേട്ടോ. നമുക്ക് രണ്ടാമത് അതുമേ വലിയ പണിയെടുക്കേണ്ടതായിട്ട് വരില്ല. പിന്നെ ഈ ജനാല ചില്ലൊക്കെ ആയിരിക്കും പിന്നെ അഴുക്കുണ്ടായിരിക്കുന്നത്. അത് ഞാൻ തന്നെയാണ് കേട്ടോ പുറത്ത് കൂടെ പോയിട്ടൊക്കെ തുടയ്ക്കുന്നത്. അപ്പം ഞാൻ പിന്നെയും അടുക്കളയിലേക്ക് തന്നെ പോന്നു. ഈ ജനാലയാണ് ഏറ്റവും പാട് വൃത്തികേടാവുന്നതും ഇത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ പൊടി അടിക്കുന്നതും ഇതിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ആഴ്ചയ്ക്ക് എന്നോണം ക്ലീൻ ചെയ്താലാണ് ഈ എണ്ണ ഇതൊക്കെ തെറിച്ചതൊക്കെ നമുക്ക് വൃത്തികേടൊക്കെ മാറ്റാനായിട്ട് പറ്റുള്ളൂ കേട്ടോ.
പിന്നെ എന്ത് കാര്യം വല്ലപ്പോഴും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ജോലികൾ എടുക്കേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് പാടുപെടേണ്ടതായിട്ട് വരില്ല. പിക്കോ അപ്പോൾ അടുത്ത റൂമിലേക്ക് പോയതായിട്ട് ഞാൻ കണ്ടായിരുന്നു. നമ്മൾക്കൊരു ഓഫീസ് റൂം പോലെ ശരത്തേൻ്റെ ഒരു ചെറിയ റൂമുണ്ട്, അതിനകത്ത് അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ റൂമിലോട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. അവിടെയും പിക്കു തുടച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ചില്ലൊക്കെയാണ് കുട്ടിക്ക് തുടയ്ക്കാനായിട്ട് എത്താത്തതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ തന്നെ അങ്ങ് തുടച്ച് കട്ടിലിൻ്റെ മേലഭാഗം അവിടെയൊക്കെ എപ്പോഴും പൊടി കാണും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ തന്നെ അങ്ങ് തുടച്ചു. ഞാൻ ഒരു തുണിയല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. ഈ ഒരു തോർത്തിൻ്റെ കഷ്ണം ഞാൻ 3-4 പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരോ സ്ഥലത്ത് ഓരോന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കട്ടിലൊക്കെ തുടയ്ക്കുന്നത് വേറൊരു തുണി വെച്ചിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ അത് മരമല്ലേ, ഒരുപാട് നനഞ്ഞ തുണി കൊണ്ടൊക്കെ ഉപയോഗിച്ച് തുടച്ച് ചിലപ്പം കേട് വരാൻ സാധ്യത കൂടുതലാണല്ലോ. അപ്പോൾ അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ബാഗ് വെക്കുന്ന ഏരിയ ഒന്ന് തുടയ്ക്കാമെന്ന് തോന്നിയത്. കാരണം അതൊക്കെ ഇങ്ങനെ മെസ്സായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ബാഗ്സ് എല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചപ്പോഴത്തേക്ക് അതിനകത്ത് നിറച്ച് പൊടിയൊക്കെ ഉണ്ട്. അവിടെയൊന്നും ഞാൻ എപ്പോഴൊന്നും തുടയ്ക്കാറൊന്നുമില്ല. പിന്നെ അത് കട്ടിലിൻ്റെ ചോടഭാഗമായ കാരണം കൊണ്ട് അങ്ങ് ഞാൻ വിട്ടുപോവുകയും ചെയ്യും. അപ്പോൾ അതേ ഇന്നിപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാഗ്സ് ഒരുപാടുണ്ട്, കുറച്ചെടുത്ത് ആർക്കെങ്കിലൊക്കെ കൊടുക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് പലപ്പോഴൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. എല്ലാം ഒന്നിച്ചൊന്നും വാങ്ങിക്കുന്നതൊന്നും അല്ലല്ലോ, എല്ലാവരുടെ കയ്യിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ അതും കൂടിയും തുടച്ച് കട്ടിലിൻ്റെ പരിപാടി അങ്ങ് തീർത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് സാധനങ്ങൾ വാരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓർഗനൈസറായിട്ട് ജീവിക്കുന്ന ഒരാളാണ് പരമാവധി. എന്നിരുന്നാലും ഇത് നമ്മുടെ വീടല്ലേ, എപ്പോഴെങ്കിലുമൊക്കെ ഇതിങ്ങനെ വാരി വലിച്ചും കിടക്കണം. അങ്ങനെയാണല്ലോ ഒരു വീട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ജീവിതം പോലെയൊക്കെ ആവില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇടയ്ക്കൊക്കെ ഇവിടെ ഇങ്ങനെ ആകെ വൃത്തികേടൊക്കെ ആവും. ഇടയ്ക്കെന്നല്ല, ഇപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർ കയ്യിൽ കിട്ടുന്നതൊക്കെ വാരി വലിച്ചെടുക്കും, ഉപയോഗിക്കും, ചിലപ്പോൾ അവിടെ തന്നെ വെക്കും. എന്നാലും എൻ്റെ കണ്ണ് എത്തുകയാണെങ്കിൽ ഉടനെ അവർ എടുത്തു വെക്കും കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എടുത്ത സാധനങ്ങൾ എടുത്തോടുത്ത് തന്നെ വെക്കണമെന്ന്. അതുകൊണ്ട് ഒരുവിധമൊക്കെ അവർ ചെയ്യും. എന്നാലും കുഞ്ഞുങ്ങളല്ലേ, നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഷാഠ്യം പിടിക്കാനൊന്നും പറ്റില്ലല്ലോ. നമ്മളാണെങ്കിലും ചിലപ്പോഴൊക്കെ എടുത്ത സാധനം അവിടെ തന്നെ വെച്ചു എന്നൊക്കെ വരുമല്ലേ. ഞാൻ പറഞ്ഞില്ലേ, പിക്കോ എൻ്റെ പിന്നാലെന്ന് മാറുന്നേ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഓരോരോ സാധനങ്ങൾ എടുത്ത് തരാനും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സത്യത്തിൽ അത് തന്നെയായിരുന്നു വേണ്ടതും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് കൂടെ വേണം. അതെടുക്കുക, ഇതെടുത്തുകൊണ്ട് പോവാ, ആ സ്പ്രേ എടുക്കുക, ഈ തുണി എടുത്തുകൊണ്ട് പോവാ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാനായിട്ട്. അല്ലാതെ എൻ്റെ കൂടെ നിന്ന് ഇന്നത് ചെയ്തോണം എന്നൊന്നും ഞാൻ ആരോടും പറയാറില്ല കേട്ടോ. അവരെ കണ്ടറിഞ്ഞ് ചെയ്യണമെങ്കിൽ അങ്ങ് ചെയ്യട്ടെ എന്ന് വിചാരിക്കും, അത്രയേ ഉള്ളൂ. എനിക്ക് സത്യത്തിൽ ഇതിനൊക്കെയാണ് ഹെൽപ്പ് വേണ്ടത്, എടുക്കാനും പിടിക്കാനും എന്തിനൊക്കെ. അല്ലാണ്ട് തുടയ്ക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. കാരണം ഈ വീട്ടിലെ മിക്ക സാധനങ്ങളും ഏറ്റവും കൂടുതൽ എടുത്ത് ഉപയോഗിക്കുന്ന ഒരാൾ ഞാനാണ്. അപ്പോൾ എനിക്ക് ഇന്ന സാധനം എവിടെയായിരിക്കുന്നത്, ഏതായിരിക്കുന്നത് എന്ന് ഞാൻ തന്നെ വെക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് അടുക്കളയിലൊന്നും ഇവരെ ഞാൻ അടുപ്പിക്കാറേ ഇല്ല. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ വെക്കുന്ന ഏരിയയിൽ അത് ഞാൻ തന്നെ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമാണ്. പിന്നെ ഇങ്ങനെയൊക്കെ തിരയുമ്പോഴാണ് ഞാൻ ചിലപ്പോൾ ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുന്ന ചില്ല് പാത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസൊക്കെ എൻ്റെ കണ്ണിൽ പെടുന്നതും അതെടുത്ത് മുന്നിലോട്ട് വെക്കുന്നതും ഉപയോഗിച്ച് തീർക്കുന്നതും ഒക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കണ്ണെത്താണ്ട് ആ സാധനങ്ങൾക്ക് അവിടെ ഇരുന്ന് ചീത്തയായി പോവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡേറ്റൊക്കെ കഴിഞ്ഞോ ഇല്ലേന്നൊക്കെയാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ നറുങ്ങ് കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു, ഈ കോഫി പൗഡറിൻ്റെയും അച്ചാറിൻ്റെയും ഒക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ വെറുതെ എടുത്ത് വെച്ച് ഇങ്ങനെ സ്പേസ് വേസ്റ്റ് ആക്കാം എന്നല്ലാണ്ട് അതൊന്നും ഞാൻ ഉപയോഗിക്കുന്നതേ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കൂടുതൽ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഞാൻ അങ്ങോട്ടേക്ക് വെച്ചു. അതായത് കുറച്ച് വലിയ കുപ്പികളൊക്കെ നമുക്കിങ്ങനെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കുപ്പികളൊന്നും ഞാൻ ഒരുവിധമൊന്നും കളയൊന്നുമില്ല, യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതിയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്നതാണ്. പിന്നെ ഇത്തിരി നാളെ എടുത്ത് വെച്ചിട്ട് യൂസ് ഇല്ല എന്ന് കാണുമ്പോഴാണ് ഞാനിങ്ങനെ ആർക്കെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് തനുകുട്ടിക്ക് എന്നെ സഹായിക്കാൻ വരാണ്ട് യാതൊരു സ്വസ്ഥതയില്ല. അവസാനം ഞാൻ പറഞ്ഞു, ഇവിടെ ഡസ്റ്റ് ചെയ്തതിന് ശേഷം മോനെ എനിക്ക് ഈ പാത്രങ്ങളൊക്കെ, അതായത് ഈ കുപ്പികളൊക്കെ എടുത്ത് തന്നാൽ മതിയെന്ന്. അപ്പോൾ അവൾ അതൊക്കെ എന്നെ എടുത്ത് മേലെ വെക്കാനും പിടിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്ത് കേട്ടോ. അതെനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. പിക്കുമോൻ അപ്പുറത്ത് ഏതാണ്ടൊക്കെ തുടച്ചുകൊണ്ടൊക്കെ ഇരിപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും തനുക്കുട്ടിയും കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു സാധനങ്ങളൊക്കെ വെക്കുന്ന കബോർഡിൻ്റെ ഉള്ളു മുഴുവൻ ക്ലീൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും സെറ്റായി.
എന്നാലിപ്പോൾ നിങ്ങൾ നോക്കിക്കേ, കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എത്ര സ്പേസാണ് കിട്ടിയെന്ന്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും കാണും ആവശ്യമില്ലാത്ത കുറേ ഐറ്റംസ്. അപ്പോൾ അതൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരുപാട് സ്ഥലം സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ആ ഭാഗമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ താഴെയുള്ളതും കൂടി ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, ഒക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്നും വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട്. ബിക്കോസ് ഇത് തന്നെയല്ലേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്, ബോറടിച്ചാലോ. അപ്പോൾ അങ്ങനെ താഴത്തെ ഓവൻ്റെ ഭാഗത്തേക്ക് എത്തി. ഇനി ഓവൻ്റെ ഭാഗം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യും, കാരണം എന്താ വെച്ചാൽ അവിടെ എപ്പോഴും പൊടി വരും കേട്ടോ. തുണിയാണ് ആ ഓവൻ്റെ മേലെ ഞാൻ കവറിൻ്റെ രീതിക്ക് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഈ തുണിയിൽ പൊടികൾ പെട്ടെന്ന് പറ്റി പിടിച്ചിരിക്കും. പിന്നെ അതൊക്കെ മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ചുമരിൽ ടൈൽസാണ് ഒട്ടിച്ചിരിക്കുന്നത്. അത് എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളാണ്, കാരണം നമ്മളിപ്പം മിക്സി അടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഫ്രൈ ചെയ്യുമ്പോൾ തെറിച്ചിട്ടാണെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും ടൈൽസിലായ കാരണം കൊണ്ട് പെട്ടെന്ന് തുടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതെന്തെങ്കിലും കിച്ചണിൻ്റെ ക്ലീനർ ഉപയോഗിച്ചാൽ മാത്രം മതി. അതാണ് എനിക്ക് ഏറ്റവും ഉപകാരം. പക്ഷേ നമ്മളുടെ ഫ്രിഡ്ജ് ഇരിക്കുന്ന ഭാഗത്തെ വോളാണ്, അപ്പോൾ ചുമരിൽ എന്ത് ചെളി പറ്റിയാലും ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഇവിടെ അടിച്ചിരിക്കുന്ന പെയിൻറ്റ് നമുക്ക് ചെളിയൊക്കെ ഇങ്ങനെ കഴുകിയാൽ പോകുന്ന ടൈപ്പിലുള്ള പെയിൻറ്റാണ്. അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത് കാരണം കൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം നനച്ചിട്ടോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്തിട്ടൊക്കെ തുടച്ചെടുക്കാറുണ്ട് കേട്ടോ. എന്നാലിപ്പോൾ കുറേ ആയി നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്തിട്ട്, 8-9 വർഷമായി നമ്മുടെ ഈ വീട് വാങ്ങിച്ചിട്ട്. അപ്പോൾ അത്രയും നാളായിട്ടുണ്ട് പെയിൻറ്റ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും അതും ചെയ്യണം. ഈ പ്രാവശ്യം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷെ നടക്കില്ല, നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം പെയിൻറ്റ് ചെയ്യണില്ല എന്ന് തീരുമാനിച്ചു. മെയിനായിട്ട് എനിക്കങ്ങ് വയ്യ എന്ന് ഞാൻ പറഞ്ഞിട്ടാണ്, കാരണം ഞാൻ തന്നെ വേണ്ടേ പെയിൻ്റ് അടിക്കുമ്പോൾ ഇത് മുഴുവൻ അങ്ങോട്ട് വലിച്ചിടാനും തിരിച്ചു വയ്ക്കാനും ഒക്കെ ഓരോ പ്രാവശ്യം ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴും ദൈവമേ, എന്നെ തന്നെ ഞാൻ കുരിശിൽ കയറ്റണ പോലെയാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ തന്നെയാണ് വേണ്ടാന്ന് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും 2 പേർക്ക് ഒഴിവുള്ളപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ പറഞ്ഞ് തീരുമാനത്തിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ, എനിക്ക് എൻ്റെ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഈ സ്റ്റാൻഡ് ഇവിടെ വെക്കുന്നതിന് യാതൊരു യോജിപ്പില്ല. പണ്ടൊക്കെ അത്രയ്ക്ക് അങ്ങ് ചിന്തിച്ചിട്ടില്ല. പിന്നെ വച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അതങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ സ്റ്റാൻഡ് ഞാൻ മുന്നേ ഒരു ദിവസം തുടച്ചതായിരുന്നു. ഇതിന് മുന്നേ ഒരു ദിവസം ഞാൻ ക്ലീനിങ് കാണിച്ചല്ലോ, അന്ന് ഞാൻ ഇത് തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് ടിഷ് എന്ന് പറഞ്ഞ് ചെയ്ത് തീർക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഇവിടെ ഇരിക്കുന്ന മിക്ക സ്റ്റാൻഡുകളിലും പൊടി കാണും, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജനാലയ്ക്ക് അടുത്തായ കാരണം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തുടയ്ക്കാൻ നമുക്ക് നിവൃത്തിയില്ല. പിന്നെ എണ്ണ വയ്ക്കുന്ന ആ ഒരു കോർണറിലത്തെ സ്റ്റാൻഡിൽ എണ്ണ എപ്പോഴും ആഴ്ചയ്ക്ക് നമ്മൾ അതിൻ്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റണം. അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ ഒരുവിധം തീർത്തിട്ടുണ്ട്. അടുക്കള ഇപ്പോൾ നോക്കി എന്ത് മെനക്കെ ഇരിക്കുന്നതെന്നും ഇപ്പോൾ ഏതൊക്കെ എവിടേക്ക് എന്തൊക്കെ ഇരിക്കുന്നത്, ഏതൊക്കെ ബാലൻസ് ഉള്ളത് എന്നൊക്കെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇന്നത്തെ ഈ ഒരു ക്ലീനിങ് കൊണ്ട് എനിക്ക് കിട്ടി കേട്ടോ. പിന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ കിച്ചണൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വെട്ടം തോന്നിക്കും, എന്തൊക്കെയോ കാടും പടലും ഇളകി പോയ പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് സംതൃപ്തിയോട് കൂടിയിട്ട് നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. എൻ്റെ വിഷു ക്ലീനിങ് ഡൺ. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ മേലേക്കൊന്ന് കയറും. ഇപ്പം മുന്നേ മഴ പെയ്ത കാരണം കൊണ്ട് നനയ്ക്കേണ്ടിയൊന്നും വന്നില്ല, വേഗം വന്ന് കുളിച്ച് വിളക്കെല്ലാം വെച്ചു പിക്കും. അത് കഴിഞ്ഞ് ഞാനും കുളിച്ച് വന്നതേ തൊഴുത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നാമം ചൊല്ലാനൊന്നും നേരം കിട്ടിയിട്ടില്ലായിരുന്നു, കാരണം നമുക്കിന്നൊന്ന് പുറത്ത് പോകണം. എൻ്റെ രാവിലത്തെ ഈ പണികൾ കാരണം കൊണ്ട് പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നടന്നില്ല. ശരത്തേട്ടൻ എന്നെ വഴക്ക് പറയുമായിരുന്നു കേട്ടോ. നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അടുത്ത ദിവസം നമ്മുടെ വീട്ടിൽ 1-2 പേര് വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും ശരത്തേട്ടനും കൂടിയിട്ട് റോയൽ മാർട്ടിലേക്ക് പോവാണ്. മക്കൾ എന്ത് ചെയ്യും ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ വീട്ടിലിരുന്നോളും കേട്ടോ. പിന്നെ തൊട്ടടുത്തുള്ള ആൻറ്റിയോടൊക്കെ ഞങ്ങൾ പറഞ്ഞു വയ്ക്കും, എന്തെങ്കിലും അവർ വിളിക്കുകയാണെങ്കിൽ ഒന്ന് വന്ന് നോക്കണേന്ന്. അപ്പോൾ ആൻറ്റി ശ്രദ്ധിച്ചോളും കേട്ടോ. അവരവിടെ ഇരുന്ന് TV കാണുക, സിനിമ കാണുക, എന്താ വെച്ചാൽ ചെയ്തോളും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റോയൽ മാർട്ടിലേക്ക് വന്നു. സാധനങ്ങളൊക്കെ മേടിക്കുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ഒരു ട്രേ വാങ്ങാനായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണ് പിന്നെ എപ്പോഴും ഈ ബുദ്ധയിൽ വന്ന് ഉടക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുദ്ധയുടെ സ്റ്റാച്യൂവും കാര്യങ്ങളൊക്കെ. എൻ്റെ വീട്ടിൽ 1-2 ഉണ്ട്, എന്നാലും ഒരു വലുത് വാങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. കൊണ്ടുവയ്ക്കാൻ സ്പേസ് ഇല്ല എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കി വന്നപ്പോഴേക്കും ഒരുപാട് കപ്പുകൾ. നമ്മളാണെങ്കിൽ ഈ ഇടയ്ക്ക് കോഫിയും ടീയും ഒക്കെ കുടിക്കലൊക്കെ നിർത്തിയിരിക്കുകയാണ്, അതുകൊണ്ട് കപ്പുകളൊന്നും വാങ്ങണ്ട എന്ന് ശരത്തേട്ടൻ പറഞ്ഞു.
അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കപ്പുകൾ വാങ്ങിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തപ്പി വന്ന സാധനം ട്രേ ആയിരുന്നു. ആ സെക്ഷൻ കഴിഞ്ഞ് ഞാൻ അടുത്ത സെക്ഷനിലേക്ക് എത്തിയപ്പോഴാണ് ദൈവമേ ഞാൻ ട്രേ നോക്കാനല്ലേ വന്നേ എന്ന് തോന്നിയത്. ഒരു പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന ഒരു ട്രേ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പല ഷേപ്പിൽ പല വലുപ്പത്തിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എനിക്ക് തോന്നിയത് എടുത്തിട്ടുണ്ട്. കുട്ടികളുടെ ഒരുപാട് ടോയ്സും ബുക്സും എല്ലാ സാധനവും ഇവിടെ കിട്ടും കേട്ടോ. നമുക്ക് ഒന്നും കിട്ടാത്തതായിട്ടില്ല. ഞാൻ പിക്കുമോന് ഒരു ബുക്കും തനുകുട്ടിക്ക് ഒരു ബുക്കും വാങ്ങിച്ചിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളുള്ള ഷോപ്പാണ് കേട്ടോ റോയൽ മാർട്ട്. പിന്നെ വിലയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ്. പിന്നെ നമുക്കൊരു സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകേണ്ടതായിട്ട് വരില്ല, അതാണ് ഏറ്റവും ഗുണം. അപ്പോൾ അങ്ങനെ നമുക്ക് മേലെ നിന്ന് വാങ്ങിക്കാനുള്ള 1-2 ഐറ്റംസൊക്കെ മേടിച്ച് ഞങ്ങളിതാ താഴത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഏകദേശം വൈകുന്നേരം സമയം ആയ കാരണം കൊണ്ട് ഇവിടെ തിരക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ. ശരത്തേട്ടൻ എപ്പോഴും എന്നോട് ഉച്ച നേരത്ത് നമുക്ക് റോയൽ മാർട്ടിൽ പോകാമെന്നാണ് പറയാറ് കേട്ടോ. അപ്പോൾ തിരക്ക് അത്രയും കാണില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ താഴത്തെ സെക്ഷനിലേക്ക് എത്തി. ഇവിടെ ഒരുപാട് തരം അരികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കൈമാ റൈസും ഇവിടുത്തെ പച്ചരിയും ഒക്കെ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു. സോനാ മസൂരിയൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സെക്ഷനിൽ നിന്ന് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു. ഇനിയിപ്പോൾ വിഷുവിൻ്റെ സമയമാകുമ്പോഴാണ് എനിക്ക് വേറെ എന്തൊക്കെ സദ്യക്കൊക്കെ വേണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അന്നേരം വന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ പിന്നെ എല്ലാം കിട്ടുമല്ലോ. വിഷുവിന് തൊട്ടടുത്ത ദിവസമൊക്കെ പോയാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും, കാരണം ഇവിടെ നല്ല തിരക്കായിരിക്കും. പിന്നെ വിഷുക്കണിക്ക് വെക്കാനുള്ള പൂമിലയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെയാണ് കിട്ടാറുള്ളത് കേട്ടോ. അതുകൊണ്ട് എന്തായാലും വരേണ്ടതായിട്ട് തന്നെ വരും. അപ്പോൾ അതേ കുറച്ച് സാധനം എന്ന് പറഞ്ഞിട്ട് ഒരു ചാക്ക് സാധനം ഞാൻ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നീണ്ട ബില്ലും കൂടി കണ്ടപ്പോഴത്തേക്കും സംതൃപ്തിയായി. ഇനിയിപ്പോൾ അതേ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ റോയൽ മാർട്ടിൽ പോയി വന്നു. നല്ല ബ്ലോക്ക് ആയിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ബില്ലടിക്കുന്ന സെക്ഷനിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അതേ തനിക്കുട്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പിക്കുവിനൊരു ബുക്ക് വാങ്ങിച്ചതാണ്. ഒരു ജസ്റ്റ് ഇപ്പം വെക്കേഷൻ ആയ കാരണം കൊണ്ട് അവൻ ബുക്സൊക്കെ വായിക്കും. അപ്പോൾ അവനൊരു ബുക്സ് വാങ്ങിച്ചു. ഞാനൊരു ബുക്ക് വായിക്കും കേട്ടോ. പിന്നെ അവൾക്കൊരു കളറിംഗ് ബുക്ക് വാങ്ങിച്ചു. വെറുതെ സമയം പോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. പിക്കുവിന് ഞാൻ ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് വിഷുവിന്റെ ആ ഒരു 2 ദിവസം മുന്നേ പോയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കണം, വെജിറ്റബിൾസ് ഒക്കെ. അതുകൊണ്ട് ഞാൻ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ നാളെ നമുക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്. അപ്പൊ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് ഞാൻ മെയിൻ ആയിട്ട് വാങ്ങിച്ചത് കേട്ടോ. മോനെ പൊട്ടണ സാധനം ഉണ്ട്. ആക്ച്വലി ഒരു ചാക്ക് നിറച്ച് സാധനം ഉണ്ടായിരുന്നു, എന്നിട്ടാണ് ഞാൻ ഒന്നും മേടിച്ചില്ല എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വെജിറ്റബിൾസും ഇതൊക്കെ കുറവേ മേടിച്ചുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. മാംഗോ ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങ പഴുത്തത് നാട്ടിലത്തെയാണെന്ന് തോന്നുന്നു. പിന്നെ ഡേറ്റ്സ്, ഇത് നമ്മൾ നട്ട്സും ഡേറ്റ്സ് ഒക്കെ ഒത്തിരി കഴിക്കും കേട്ടോ. അപ്പൊ അത് മേടിച്ചു. പിന്നെ ഞാനൊരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പുഡിങ്ങിന്റെ ഒരു ട്രേ മേടിച്ചിട്ടുണ്ട് കേട്ടോ. മിൽട്ടന്റെ ആണ് ഇത്. ഇതിന് റേറ്റ് വരുന്നത് 675 രൂപ കേട്ടോ. ചില്ല് പൊട്ടുന്ന ടൈപ്പുള്ളത്. കാഷ്യൂ നട്ട്, പിന്നെ വീട്ടിൽ സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള എയർ ഫ്രഷ്നർ, കസ്റ്റേർഡ് പൗഡർ. വെക്കേഷൻ ആയ കസ്റ്റേർഡ് എപ്പോഴും ഉണ്ടാക്കണം എന്ന് പറയും. ഇതിപ്പോൾ ഞാൻ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചതാ. പിന്നെ നമുക്ക് മുന്തിരി ഉണ്ടാവില്ലേ, കാഷ്യൂനട്ട്, മുന്തിരി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, അഗർബത്തി, കുറച്ച് റൈസ്, കേർഡ്, ഇത് തനുകുട്ടിക്ക് ഒരു മിഠായി, മിൽക്കി ബാർ. ഇത് ബദാം വാങ്ങിച്ചതാണ് ഞാൻ. ഈ സഞ്ചി അങ്ങോട്ട് തിരികെ വെച്ചു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചോളൂ. ഇതൊക്കെ അടക്കി പറക്കി വെച്ചിട്ട് വേണം നമുക്ക് നാളെ നമുക്കുള്ള ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇന്നേ ഒരുക്കി വെക്കണം. ഞാൻ ചിക്കൻ ഓർഡർ ചെയ്തു, പക്ഷെ അത് ഇപ്പൊ രാത്രിയിലേക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഇനിയിപ്പോ രാവിലെ ആയിരിക്കും അത് കിട്ടുന്നത്. അല്ലെങ്കിൽ അതൊക്കെ ഇന്ന് ചെയ്തു വെക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. പക്ഷെ പുഡിങ്ങിന്റെ പരിപാടി ഇന്ന് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1-2 സാധനങ്ങളും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ശരത്തേട്ടൻ പോയിരിക്കുകയാണ്. ഞാൻ അപ്പോഴത്തേക്കും വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെക്കട്ടെ. തനുകുട്ടി ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് മുഴുവൻ അവളിതേ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിഞ്ഞു. സഹായികൾ കൂടുതലാണ് കേട്ടോ. വെക്കേഷൻ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഒന്നും ചെയ്യണ്ട, സഹായികൾ ഉണ്ടായിരിക്കും. അവർക്ക് ഇഷ്ടമാണ് കേട്ടോ എന്നെ ഇങ്ങനെ സഹായിക്കുന്നതൊക്കെ. അതുകൊണ്ടല്ല, ഞാൻ പറഞ്ഞിട്ടൊന്നല്ല. അമ്മ പറഞ്ഞിട്ടാണോ തനുകുട്ടി അമ്മാനെ സഹായിക്കുന്നേ? അല്ല, തനുകുട്ടി ആണെങ്കിലും പിക്കുമ്പോനാണെങ്കിലും സഹായിക്കും.
അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.